ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സ്വന്തം തോരക്കറിയാണ് കേട്ടോ. മഞ്ചാടി കുരു പോലെയല്ലേ, ഇത് നല്ല ടേസ്റ്റിലെ കറിയാണ്. കുറേ ആൾക്കാർക്കൊന്നും ഈ കറീനെ പറ്റി അറിയില്ല. അപ്പോൾ ഈ തോരാന്ന് തന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ അറിയില്ലാന്നേ. അപ്പോൾ ഇത് നമ്മളെ കണ്ണൂക്കാരുടെ സ്വന്തം തോരക്കറിയാണ്. ഈ തോരയെല്ലാം കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഞാൻ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത്ര പോലെ വെള്ളം ഒഴിക്കണം. ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിക്കാൻ വെക്കണം. അപ്പോൾ അത് അടപ്പ് വേവിക്കാൻ വെക്കുക. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തേന് തിളച്ചിങ്ങനെ മറിയാതിരിക്കാൻ കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ അയില കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ അയില തന്നെയാണ്, നല്ല പച്ച കളറുള്ള അയില ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള അയിലയാന്ന് തോന്നുന്നു. കയ്യിലെ കണ്ടറിയില്ലേ, നല്ല അയിലയാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രുചിയുള്ള അയില തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ കുഞ്ഞു മീനിലെ പൂച്ച കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചാണ്. അപ്പം ഞാൻ അരിയിടാൻ വേണ്ടിയിട്ട് അടുപ്പെല്ലാം കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിന്. അത് തിളച്ചു. അതിലേക്ക് അരിയെല്ലാം കഴുകിയിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇട്ടതിന് ശേഷം ഞാൻ അയില മുറിച്ചിട്ട് ഇതാ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തലയൊന്നും കളഞ്ഞിട്ടാണ്, നല്ല വലിയ അയിലയല്ല. അപ്പോൾ ആ തലയൊന്ന് കളയാൻ തോന്നിയിട്ടാണ് അതിൻ്റെ കുറച്ച് പകലിങ്ങനെ കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിലത്തെ നല്ല രസമല്ലേ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കണം. ഉപ്പെല്ലാം ഒന്ന് അതിൽ പിടിക്കട്ടെ. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ ഇടുന്നില്ല, ഞാനിത് വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ വറുത്തരച്ച വലിയ അയില ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങയും കറിവേപ്പിലയും വേണമെങ്കിൽ ഉലുവയുടെ ഞാൻ ഇട്ടിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ വറുത്തെടുക്കണം. ബ്രൗൺ നിറമാകുമ്പോൾ മല്ലിപ്പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് കുറച്ച് നല്ല എരിവെല്ലാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കരിയാണ്ടൊന്ന് പൊടിയെല്ലാം ചൂടായതിന് ശേഷം അത് തണിയാൻ വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടുന്ന കഷ്ണം, ഒരു കഷ്ണം ഇഞ്ചിയും ഉള്ളിയും, ഒരു ഉള്ളിയും ഒരു തക്കാളി 2 പച്ചമുളകുമാണ്. പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടു. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തക്കാളിയുടെ രുചിയെല്ലാം ഇങ്ങനെ നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും അമ്മ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തരുന്ന കറിയാണ്. വലിയ അയില പണ്ടെല്ലാം നല്ല അയില കിട്ടൂലേ, നല്ല അടിപൊളി അയില പണ്ട് കിട്ടും. അപ്പോൾ അതിനോട് ഇങ്ങനെ കറിയാക്കി തരും കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അരി ചോറ് വാർത്ത് ഇതിൽ തന്നെയാണ് ഞാൻ അടുപ്പത്ത് തന്നെയാണ് വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി രുചി ഉണ്ടാവുമല്ലോ, അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ വറുത്ത് വെച്ച തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ച വെളുത്തുള്ളി തന്നെ ഇട്ടിട്ടുണ്ടായിന്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. നല്ലപോലെ മഷി പോലെ അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് വേവണമെന്നൊന്നുമില്ല, ഒരുമിച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടായിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി മിക്സിയിലെ ജാറ് കഴുകിയിട്ട് അങ്ങനെയും കൂടി ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരുമിച്ചിട്ട് തന്നെ തിളച്ചിട്ടുകൂടെ തിളക്കാണ്ട് കൂടെ കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ തിളക്കാൻ തന്നിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ കഷ്ണമെല്ലാം ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതാ പെട്ടെന്ന് തിള വന്നു കേട്ടോ. നല്ലപോലെ തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ, കഷ്ണം എല്ലാം വെന്തിട്ട് ആവട്ടെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉലുവ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവ ചേർത്തായില്ലേ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലൊരു മണം കേട്ടോ മീൻ കറിക്ക്. പിന്നെ ഇതാ ഞാൻ ആദ്യം എടുത്ത് വെച്ച തോര വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിസിലെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ അതെടുത്ത് നോക്കിയതാണ്. അതിന് ശേഷമാണ് കേട്ടോ ഉപ്പിടണ്ട. ആദ്യം തന്നെ ഉപ്പിടണ്ട, എന്താ വെച്ചാൽ വെന്തിട്ടില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഉപ്പിട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് നല്ലപോലെ ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറേ വെളുത്തുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളി കുറച്ചധികം വെളുത്തുള്ളിയും ചേർത്തിട്ട് ചുവന്ന മുളകും കറിവേപ്പിലയും, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് വറവിടുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതും ആ മീൻ കറിയും കൂടി ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാവർക്കും.
അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിനെ, അത് വിട്ടുപോയതാണ്. അതവിടെ റെഡിയായി. പിന്നെ ഇതാ എൻ്റെ മീൻ കറിയുടെ തിളച്ച് കുറുകിയിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്ത് ടേസ്റ്റിൽ നോക്കിനെ, ഉപ്പും എരിവും പുളിയെല്ലാം ഉണ്ടോയെന്ന് ഞാൻ നോക്കീനി. കഷ്ണമെല്ലാം കണ്ട വെന്തിട്ട് ഒന്നും കൂടി നോക്കട്ടെ. ഉലുവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റും ഉണ്ട് കേട്ടോ. അടുപ്പിലും കൂടി കത്തിച്ചിട്ടാകുമ്പോൾ ആ മൺചട്ടിയിൽ ഭയങ്കര രുചിയുണ്ട്. കണ്ട ഒന്നും കൂടി കുറുകിയായില്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.